പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമേ പറയട്ടെ, സുന്ദരിയായ പെൺകുട്ടികൾ, പഠിപ്പൊക്കെ കഴിഞ്ഞ് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടികൾ, നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം, മസ്റ്റായിട്ട് കാണണം, സിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ അതുപോലെ തന്നെ മാതാപിതാക്കളും കാണണം, എല്ലാവരും കാണണം. വിഷയത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ സാമ്പത്തികമൊന്നുമില്ല, വളരെ സാധു കുടുംബം. ആ കുടുംബത്തിലെ ഒരു ആങ്ങളിൻ്റെ അതിൻ്റെ താഴെ സുന്ദരിയായ ഒരു പെൺകുട്ടി. അച്ഛനും അമ്മയ്ക്കും നിറമില്ല, അതേ സ്ഥാനത്ത് മകൾക്ക് നല്ല നിറമുണ്ട്. ചേട്ടനും നിറം കുറവാണ്, ഇവൾക്ക് മാത്രം നല്ല നിറമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്. ആ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു അഹങ്കാരം അവൾക്ക് ഉണ്ട്. എല്ലാവരും കാണുന്നവരെ പറയും നീ സുന്ദരിയാണ് സുന്ദരിയാണ് സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സിൽ അതങ്ങോട്ട് പതിഞ്ഞു പോയി. പിന്നെ അവൾക്ക് ചെറിയ മോഹങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ വീട് മോശമായാലും, നമ്മുടെ വീട്ടിൽ എ സി ഇല്ലെങ്കിലും, നമ്മുടെ വീട്ടിൽ മറ്റുള്ള വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിലും, ഇതൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് വേണം എനിക്ക് കല്യാണം കഴിഞ്ഞ് പോകാനായിട്ട്. അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. നമ്മുടെ വീട്ടിലൊരു ബൈക്ക് പോലും ഇല്ല, ഒരു സൈക്കിളാണ് ചേട്ടനുള്ളത്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആൾക്കൊരു കാർ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം അതിനുള്ള സൗന്ദര്യം എനിക്കുണ്ട്. എന്നെ സ്വർണ്ണം ഇല്ലെങ്കിലും എന്നെ വലിയ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ പ്രേമിച്ചു പോകും എന്നുള്ളൊരു അഹങ്കാരം ഈ പെൺകുട്ടിക്ക് ഉണ്ട്. പെൺകുട്ടിയുടെ പേരാണ് തുളസി. തുളസി കതിർ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തുളസിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങൾ പലതും അച്ഛൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ തുളസിക്ക് ഇഷ്ടമാകുന്നില്ല. തുളസി പറയുന്നത് വേണ്ട, ആ ചെക്കന് നിറമില്ല, ആ ചെക്കന് ഹൈറ്റില്ല, ആ ചെക്കൻ കറുത്തിട്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് വേണ്ട. പിന്നെ ആ ചെക്കന് സാമ്പത്തികമില്ല, ആ ചെക്കൻ വന്നതും തൊട്ടാ ഓട്ടോറിക്ഷയല്ല പെണ്ണ് കാണാൻ വന്നു പോണത്. എനിക്ക് ആ ചെക്കനെ വേണ്ട. ചിലപ്പോൾ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞു പല ആലോചനകളും നമ്മുടെ തുളസി വേണ്ടാന്ന് വെച്ചു. അച്ഛനും അമ്മയ്ക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. നിനക്കിനി ആര് വരുന്നു വിചാരിച്ചാൽ ഇരിക്കുന്നത് നീ? എനിക്ക് സിനിമാ നടൻ്റെ പോലെ ഒരാൾ വരണം, അതിനുള്ള സൗകര്യങ്ങളും അവർ വീട്ടിലുണ്ടായിരിക്കണം. അല്ലാണ്ട് ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം. നിങ്ങളെപ്പോലെ ഈ ചാളയിൽ കിടന്ന് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഒരു ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ നല്ലൊരു സുന്ദരനെ, നല്ല സാമ്പത്തികമുള്ള ഒരാൾ എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ അവിടെ ഇരുന്നോളാം. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ആരെങ്കിലും തപ്പിപ്പിടിച്ചിറങ്ങി നോക്കിക്കോളാം എന്നൊക്കെയാണ് പറയണത്. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ? അതൊന്നും നടപടിയുള്ള കാര്യങ്ങളല്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ വല്ല നോവലിലോ സിനിമയിലോ നടക്കും. സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് അഹങ്കാരം കൂടാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ പല ആലോചനകളും വന്ന് മുടങ്ങി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു, അതെ ഇപ്പോൾ ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് എറണാകുളത്തു നിന്നാണ്. നല്ല പയ്യനാണ്, അവർക്ക് നല്ല സാമ്പത്തികമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് കാറുണ്ട്, നീ പറഞ്ഞ എല്ലാ ഉണ്ടാമ്പുണ്ടിയുണ്ട്. നിന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ബ്രോക്കറി ആലോചന കൊണ്ടുവന്നത്. അവർ വരുന്നുണ്ട്, നീ നന്നായി ഒരുങ്ങിയൊക്കെ നിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു നല്ലൊരു വണ്ടിയിൽ ഇവർ വന്ന് അപ്പം ഇവൾക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെക്കനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാറ് സ്വന്തമാണെന്ന് പറഞ്ഞത്. അടിപൊളി കാറ്, വലിയ കാറ്. അതുപോലെ തന്നെ ചെക്കനെയും കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അതൊന്നല്ലൊരു വിഷയം. വീട്ടിൽ സാമ്പത്തികമുണ്ട്, വലിയ വീടാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് പറ്റുള്ള ആഡംബരമായിട്ടുള്ള ഒരു വീടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെക്കൻ്റെ ബ്രോക്കർ തന്നെ ഈ വീടിൻ്റെ ഫോട്ടോസുകളും മറ്റുള്ള അവരവൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇവള് പറഞ്ഞു എനിക്ക് 100 വട്ടം ശരി. അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായി, കല്യാണമൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുപോയി എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ വീട് കായംകുളത്താണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ പെൺകുട്ടീനെയും കൊണ്ട് വധുവരന്മാർ ശരിക്കും ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം. ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് ഒരുപാട് മോഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളാണ്. ആർക്കും കിട്ടാൻ പറ്റാത്ത അത്രയും നല്ലൊരു ബന്ധം എനിക്ക് കിട്ടി. അടിപൊളി ഒരു ചെക്കനെ കിട്ടി, അവന് നല്ല ജോലിയാന്ന് പറഞ്ഞു, നല്ല ഗവൺമെൻറ് ജോലിയില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഈ വീടിൻ്റെ അവിടേക്ക് എത്താറായി. വീടിൻ്റെ അവിടേക്ക് എത്താപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിലേക്ക് കടന്നു, പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു ഊടുവഴിയിലേക്ക് കടന്നു, പിന്നെ കുറേ ഊടുവഴി കടന്നു, പിന്നെ അതൊരു വഴി കാണാനില്ല, നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പോൾ പറഞ്ഞു കാറ് ഇവിടം വരെ പോകുള്ളൂ, നമുക്ക് ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞു. ശരി നടക്കാം, അവന് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ സൈക്കിളിൽ മാത്രം പോകാനുള്ള വഴി മാത്രമായി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നിടത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായി. നോക്കിയപ്പോൾ വീട് നോക്കിയപ്പോൾ ഒരു ഷീറ്റൊക്കെ മേഞ്ഞ് സൈഡിൽ ഇവിടെ ഒരു ചെറുതായിട്ട് ഓടൊക്കെ മറിച്ച് വെച്ച് ഓടൊക്കെ വെച്ചിട്ടാണ് ചമര് വെച്ച് നോക്കുന്നത്. അങ്ങനെയൊക്കെ ചമര് വെച്ചുള്ള ഒരു വീട്ടിലേക്കാണ് കയറിയത്.
ഇവളാകെ ഞെട്ടിപ്പോയി. നിങ്ങളെന്താ ഈ വീട്ടിലേക്ക് കയറുന്നത്? ഇതാണോ നിങ്ങളുടെ വീട്? അപ്പോൾ പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്. അപ്പോൾ നിങ്ങളുടെ വലിയ വീടുണ്ടെന്ന് പറഞ്ഞു. ആ വീട് നമ്മളവിടെ പണിതുകൊണ്ടിരിക്കുകയല്ലേ, ടൗണിൽ പണിതുകൊണ്ടിരിക്കുക. അതിൻ്റെ പണി കഴിയണമെങ്കിൽ ചുരുങ്ങിയതപ്പോൾ നമുക്ക് ഒരു 2-3 മാസം കൂടി പിടിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാം. ചെക്കൻ പറഞ്ഞു, ചെക്കൻ്റെ അമ്മയും പറഞ്ഞു, അത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാം. അതുവരെ നമുക്കുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നീ ഇതിപ്പോൾ നമ്മൾ ഇവന് ശമ്പളം കിട്ടി, ജോലി കിട്ടി, നല്ല സമ്പാദ്യമൊക്കെ വന്ന് പിന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീട് പണിയുന്നത്. അവിടെ എല്ലാ സൗകര്യങ്ങളും, ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കാറ് എവിടെ ഇടുന്നത്? കാറ് നമ്മുടെ അല്ല, അത് റെൻറ്റിന് എടുത്തതല്ലേ, അതവരിപ്പോൾ പോവും എന്ന് പറഞ്ഞു. അവൾക്ക് മനസ്സിലായി എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. അങ്ങനെ ആദ്യ രാത്രിയൊക്കെ നടിപൊളിയായിട്ട് കഴിഞ്ഞ് നേരം കൊടുത്തേക്ക് കുളിക്കാൻ പോലും ഒരു ബാത്റൂം പോലും ഇല്ല. ഒരു അട്ടപ്പെട്ടി ഒട്ടിച്ചിട്ടുള്ള ഒരു ഡോറും വെച്ച് അത് അടച്ചിട്ട് വേണം കുളിക്കാനായിട്ട്. അവൾക്ക് ഇതിനേലും ഭേദമാണ് അവളുടെ വീട്ടിൽ നമ്മൾ ചിന്തിച്ചു. എന്തായാലും ഇപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മാസമല്ലേ, 2-3 മാസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് പോണോടത്തേക്ക് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇവള് ഓരോ ദിവസം തള്ളി നീക്കി. അങ്ങനെ ഒരു ദിവസം ഭർത്താവ് കാലത്ത് ജോലിക്ക് പോവും, വൈകുന്നേരം വരും. അങ്ങനെ അങ്ങനെ ആ കുടുംബം അങ്ങനെ നന്നായി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ അമ്മായിമ്മയായിട്ട് ഇവിടെ ഒരു ദിവസം പുറത്ത് പോയതാണ്. പുറത്ത് പോയപ്പോൾ എൻ്റെ ഒരു വലിയൊരു കാഴ്ച കണ്ടു. ഞെട്ടണ കാഴ്ച കണ്ടത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ ആൾക്കാർ ശരിക്കും റോഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കാനയിലേക്ക് ഇറങ്ങിയിട്ട് ആ കാനയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ഒരു സൈസ് കളറുണ്ട്, ആകെ കറുത്ത കളറ്. അങ്ങനെയുള്ളൊരു കളർ, ഒരു സംശയം അതെൻ്റെ ചേട്ടനല്ലേന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നിട്ടാണ് നീ പറയണത്? അത് നിൻ്റെ ചേട്ടനും മാട്ടനൊന്നുമല്ല, അത് ഏതോ കൂലിപ്പണിക്കാരനാണ്, ഏതോ കോർപ്പറേഷനിലെ പണിക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, അത് ചേട്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് ആ ഭൂതം കണക്കിന് നിൽക്കുന്ന ആ കറുത്ത കരിയോയിലൊഴിച്ച് നിൽക്കുന്ന ആളേക്ക് ചെല്ലുക. നോക്കിയ പിന്നെ അവളുടെ ഉദ്ദേശം തെറ്റിയില്ല. അവൾക്ക് അത് അവളുടെ ഭർത്താവ് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അങ്ങനെ വീട്ടിൽ തിരിച്ചു പോയി. ഇയാൾ വൈകുന്നേരം പേടിച്ചാണ് വീട്ടിൽ ചെന്നത്. ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജോലി? എനിക്ക് കോർപ്പറേഷനിൽ എല്ലാ പണിയുണ്ട്. കാന കോരണം, അത് കഴിഞ്ഞ് കക്കൂസരം തീട്ടൊന്ന് കോരണം, ഇങ്ങനെ എല്ലാ പണികളും ഉണ്ട്. ഇതൊക്കെ പണി ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വലിയ ജോലിക്കാരനാണ്, നിങ്ങൾക്ക് വലിയ വീടുണ്ട്. വീടും ഇല്ല, കൂടും ഇല്ല, വീടൊന്നും പണിയൊന്നും ഇല്ല. അതൊക്കെ ഒന്നും നമ്മുടെ വീട്, നമുക്ക് വേറെ വീടൊന്നുമില്ല, നമ്മുടെ വീട് ഇത് തന്നെയാണ്. പിന്നെ എന്തിനാ നുണ പറഞ്ഞത്? എൻ്റെ വീട്ടുകാരെ നുണ പറഞ്ഞ് എന്തിനു പറ്റിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിൻ്റെ വീട്ടുകാരെ ആര് പറ്റിച്ചു? നീ നിൻ്റെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്. ഞങ്ങളോടൊന്നും സംസാരിക്കണ്ട, നീ നിൻ്റെ അച്ഛനെ എത്തി ചെല്ല്, അച്ഛൻ പറയുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു. ഇവിടെ വേഗം അവൾക്ക് ഒരു കുട്ടിയുണ്ട്, കുട്ടിയായി. അവൾക്ക് കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞല്ലോ, അതൊരു കുട്ടിയായി. അപ്പോൾ ആ കുട്ടീനെ എടുത്തുകൊണ്ട് അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലണം. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, 6 മാസം കഴിഞ്ഞാൽ വീട് പണി കഴിയുമെന്ന് പറഞ്ഞു, അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞിട്ട് വീട് പണി കഴിഞ്ഞില്ല, മാറിയുമില്ല. ഞാൻ ആ ചെറ്റക്കൊടിലിൽ കിടന്ന് ഇത്രയധികം കാലം കഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ടതിന് ശേഷം ഞാൻ അയാൾക്ക് തീട്ടം കോരലാണ് പണിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തിനാണ് അച്ഛൻ എന്നെ ഇങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ, അച്ഛനോട് പോയി ചോദിക്കാനാണ് പറഞ്ഞത്. എന്തിനാണ് അച്ഛൻ എങ്ങനെ ഒരു നരകക്കുഴിയിലേക്ക് എന്നെ പോലുള്ളൊരു പെണ്ണിനെ ഇത്രയധികം മോഹിച്ച് നടന്ന് എന്നെ അവിടേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതേ, അതേ, നീ വിചാരിക്കുന്ന പോലെയുള്ള രാജകുമാരനൊന്നും നിനക്ക് വരില്ല. നീ ഇങ്ങനെ ഇത്രയും ആലോചനകൾ വന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാനാണ് അവരോട് പറഞ്ഞത്, അവന് വലിയ ജോലിയുണ്ടെന്ന് പറയും, അതുപോലെ അവന് വലിയ കാറുണ്ടെന്ന് പറയും, ബംഗ്ലാവുണ്ടെന്ന് പറയും. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് അവരിത് വന്ന് ഇവിടെ പറഞ്ഞത്. അവർക്ക് സമ്മതമല്ലായിരുന്നു. അവർ പറഞ്ഞു നുണ പറയാനും കല്യാണം കഴിക്കാനും അത് ജീവിതമാണ്, അതിന് ചെയ്യാൻ പറ്റുമെന്ന് അവൻ പറഞ്ഞു. അവൻ മാന്യനാ, അവൻ പറഞ്ഞു. പക്ഷെ ഞാൻ അത് എന്താ വെച്ചാൽ ഇവൾക്ക് ഒരു കുട്ടിയാകുമ്പോൾ ഇവളിതൊക്കെ ഒതുങ്ങിയോളും. ഇതൊക്കെ വെറും സ്വപ്നം കാണൽ മാത്രമാണ്. നമ്മളെ വലിയ രാജകുമാരൻ വന്ന് കല്യാണം കഴിക്കുന്നു, നമുക്ക് ആഡംബരമായി ജീവിക്കാം, അതൊക്കെ ഒരു സ്വപ്നമാണ്. അതൊക്കെ ദൈവം വിധിച്ചാൽ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച് നിന്നെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നിന്റെ മൂക്കിൽ 2 പല്ല് വരും. അതുപോലെ തന്നെ എനിക്കൊരു മോനുണ്ട്, അവന് കല്യാണം കഴിക്കണം. അതിന് മുമ്പ് നിന്നെ അതൊന്ന് ഇറക്കി വിടണം. എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. നീ വരണ ആണുങ്ങളെ ഒന്നും നിനക്ക് പറ്റില്ല. നിനക്ക് ഏത് അമ്പാനി വരാനാണ് നീ കല്യാണം കഴിക്കാനായിട്ട്? ഞാൻ തന്നെ അവരോട് പറഞ്ഞ് ഈ ചതിയൊക്കെ ചെയ്തത്. നിനക്ക് പറ്റിങ്ങ പോയി നീ അവിടെ പോയിക്കോ, അല്ലെങ്കിൽ നീ ഇവിടെ നിന്നോ. ഇവിടെ നിന്നാൽ നിൻ്റെ ആങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പോകണം, അവിടെ ഒരു പെണ്ണും കൂടിയും വരും. ഇവിടെ നിൻ്റെ നിലത്തിന് ബുദ്ധിമുട്ട് വരും. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല എന്ന് വേണ്ട, ഒക്കെ നീ തീരുമാനിച്ചോ, പോകണ്ടെന്നുള്ളത്. ഇവള് പോകണില്ല എന്നല്ല തീരുമാനിച്ചു. അതിന് ഇവിടെ നിന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ അമ്മയും കൂടി വന്നിട്ട് പറഞ്ഞു, മോളെ നീ തിരിച്ചു വരണം, നീ നിൻ്റെ കുട്ടീനെങ്കിലും ആലോചിച്ച് തിരിച്ചു വരണം. അപ്പോൾ അതാണെന്ന് നിങ്ങളുടെ ഉദ്ദേശമല്ലേ? നിങ്ങൾ ഈ തട്ടിപ്പിനും മത്തങ്ങയൊക്കെ കൂട്ടും നിന്നിട്ട് എന്നിട്ട് തേങ്ങ നിങ്ങൾ ചെയ്തത്? എൻ്റെ ജീവിതം തകർത്തില്ലേ നിങ്ങൾ? എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു. എന്നെപ്പോലെ ഒരു സുന്ദരിനെ നിങ്ങളുടെ കുടുംബത്തേക്ക് സ്വപ്നം കാണാൻ പറ്റുമോ നിങ്ങൾക്ക്?
എന്നെ ചതിച്ചില്ലേ, നിങ്ങളൊക്കെ കറുത്തിട്ടല്ലേ ഇരിക്കുന്നത്, ഞാൻ നല്ല വെളുത്തിട്ടല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ അമ്മോടും ഭർത്താവിനോടും പറയൽ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, സൗന്ദര്യത്തിലൊന്നല്ല മോളെ ജീവിതം, ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുക, അതാണ് ജീവിതം. ഒരു പനി വന്നാൽ തീരാനുള്ള ഈ സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സാണ് നന്നാവേണ്ടത് എന്ന് അയാൾ പറയുന്നുണ്ട്. ഇവള് എവിടെ കേൾക്കാൻ. അപ്പോൾ ഇവള് പറഞ്ഞു, അവസാനപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, എനിക്ക് ആ ചെറ്റക്കൂടിൽ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫ്ലാറ്റ് എടുക്കുക, അവിടേക്ക് ഞാൻ വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ തീട്ടം കോരുന്ന പണി നിങ്ങൾ നിർത്തുക, വേറെ എന്തെങ്കിലും ജോലിക്ക് കയറുക, ഞാൻ എൻ്റെ മോളെയും കൊണ്ട് വരാം. അയാൾ പറഞ്ഞു, 2 കാര്യം ഞാൻ ചെയ്യാം, നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ജോലി ഞാൻ ഉപേക്ഷിക്കാം, അതുപോലെ തന്നെ ഫ്ലാറ്റ് എടുക്കാം. പറഞ്ഞ പോലെ തന്നെ ആളൊരു ഫ്ലാറ്റ് എടുത്തു. കാശില്ലെങ്കിലും ജീവിക്കണ്ടേ, ജീവിതമല്ലേ, ഭാര്യയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹകരിച്ച് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഫ്ലാറ്റ് എടുത്തു. അതുപോലെ തന്നെ ഒരു ജോലി ഉപേക്ഷിച്ചു വലിയൊരു ഹോട്ടലിലെ വാച്ച്മാനായി കയറിയ ആൾ. ഒരു സന്തോഷമായി. ഇവിടെ ഫ്ലാറ്റിൽ ജോലിക്ക് പോകുക, അദ്ദേഹം ഫ്ലാറ്റ് അടച്ച അവിടെ വീട്ടിലിരിക്കും, കുട്ടീനെ നോക്കി അവിടെ ഇരിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഫ്ലാറ്റിൻ്റെ അടുത്ത റൂമിൽ ഒരു പയ്യനുണ്ട്, കാർത്തിക് എന്ന് പറഞ്ഞൊരു പയ്യൻ. ആ പയ്യൻ ഇവിടെ കാണാറുണ്ട്. ഇവിടെ വെച്ചാൽ സുന്ദരിയാണല്ലോ. അവൻ്റെ ഫ്ലാറ്റാണെന്ന് വെച്ചാൽ ആഡംബര ഫ്ലാറ്റ്, അവന് സ്വന്തമായിട്ട് കാറുണ്ട്, അവൻ ഭയങ്കര പൈസക്കാരനാണ്. അവൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ടാണ് അവൻ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഒരു ആഡംബര ഫ്ലാറ്റാണ്, ഇവരാച്ചാൽ ചെറിയ ഫ്ലാറ്റാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഒരു ദിവസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനുള്ള കുട്ടിക്ക് പെട്ടെന്ന് വയറുവേദന വന്നു. സഹായിക്കാൻ ആരുമില്ല. ഭർത്താവാച്ചാൽ ജോലി ചെയ്താൽ ഇവൾക്ക് തന്നെ ഇവിടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല. അങ്ങനെ ഇവള് ഇങ്ങനെ ട്രാവലിംഗ് കൊണ്ട് ഇങ്ങനെ പോരുമ്പോൾ ഈ പയ്യനെ കാണുന്നത്, കാർത്തികിനെ കണ്ടു. അപ്പോൾ കാർത്തിക് ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചു. പറഞ്ഞു, മോൾക്ക് വയ്യ, എനിക്ക് ഇവിടെ ആശുപത്രി എവിടെയാണ്, എവിടെ ഇങ്ങനെ പോകാമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ കാറുണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കുട്ടീനെ കാറിൽ കയറ്റി അവിടെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ കുട്ടിക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു. അപ്പോൾ ഒരു ചെറിയൊരു വയറുവേദന പ്രശ്നത്തിൻ്റെ ചെറിയൊരു സിസേറിയൻ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനൊക്കെ ഭർത്താവിനെ അറിയിച്ചാലും അതിനെല്ലാം പൈസ ചെലവ് ചെയ്തതും ഇവൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കണം, മരുന്ന് മേടിച്ചു കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ കാർത്തിക. അപ്പോൾ ഇവൾക്കാച്ചെനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അവനോട്. എന്തെല്ലാം കാര്യങ്ങളെ ചെയ്തു തരുന്നത്, ആർക്കും വേണ്ടിയിട്ടാണ് ഈ മോളത്രയും ഇഷ്ടപ്പെട്ട കാരണമാണ്, എന്നെ പറ്റി ഇഷ്ടപ്പെട്ട കാരണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഭർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കുട്ടീനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് വന്നു. അതിനുശേഷം പിറ്റേ ദിവസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രി വന്നതിന് ശേഷം ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ഇവൾക്ക് കൊടുത്തു. പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വരും, നമുക്ക് ഫ്ലാറ്റിൽ ഇങ്ങനെ അടച്ചിരിക്കല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഭർത്താവിനെ വിളിക്കാനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക് വിളിക്കാനോ നിങ്ങൾക്കൊരു ഫോൺ വേണം എന്നാണ് ഒരു ഫോൺ കൊടുത്തു. എൻ്റെ കയ്യിലുള്ളതാണ്, പഴയതാണ്, ഞാൻ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞത് കൊടുത്തു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, മേടിച്ചോ കുഴപ്പമില്ല, അത് അത്യാവശ്യം നമുക്ക്, ഇനി ഇതുപോലെ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാമല്ലോ നിനക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നാൽ ആ കാർത്തികനെ ഒരു ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കണേ എന്ന് ചോദിച്ചു. വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കാർത്തികനെ ഒരു ദിവസം ഭക്ഷണത്തിന് വിളിച്ചു. കാർത്തികന് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ തന്നെ പിന്നെ കാർത്തികായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഭയങ്കര ഒരു കോംബോ വന്നു, ഭയങ്കര പ്രേമം പോലെ ഒരു ഉടലെടുത്ത് 2 പേർക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ ടർസലാണ് തുണികളൊക്കെ ഇടുക. പെട്ടെന്നൊരു മഴ പെയ്തപ്പോൾ ടർസൻ്റെ മുകളിൽ കയറി ചെന്നിട്ട് ഇവിടെ തുണികളൊക്കെ എടുക്കുന്ന നേരത്തുണ്ട് നമ്മുടെ കാർത്തികിൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. കാർത്തിക വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നൊരു മഴ പെയ്തത്. അപ്പോൾ ഇവിടെ എന്തിനാ കാർത്തികിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു. കാർത്തികിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫ്ലാറ്റിൽ വന്ന് വാല് മുട്ടി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ തുണി എടുത്തു പറഞ്ഞു. കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറ്റിയപ്പോൾ ആ ഫ്ലാറ്റിൽ കണ്ട ആഡംബര കാര്യങ്ങൾ കണ്ടിട്ട് ഇവിടെ ഞെട്ടിപ്പോയി. അങ്ങനെ അവൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ആ മഴ പുറത്ത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പെയ്യുക, ഇടയ്ക്ക് ഇട്ടി വെട്ടുക. ഇവർക്ക് ബന്ധപ്പെടാനും പറ്റിയ സന്ദർഭം. ഭർത്താവാഴ്ച ജോലിക്ക് പോയിക്കുക, കുട്ടിയാഴ്ച അവിടെ കിടന്ന് ഉറങ്ങുക, റൂമിൽ ഫ്ലാറ്റ് കിടന്ന് ഉറങ്ങുക. അങ്ങനെ ആ ഒരു ശരിക്കുള്ള സന്ദർഭം. ഇവളാണെന്നുണ്ടെങ്കിൽ കുറേ തുണി എടുത്തിട്ടാണെന്ന് ഇവിടെ കുറേ നനഞ്ഞിട്ടുണ്ട്. ഇവളുടെ ബ്രസ്റ്റും മലിയൊക്കെ കണ്ട് പുറത്ത് കാണുക, നനഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും ശരീരമൊക്കെ ഒട്ടിയിരിക്കുക. ഇതൊക്കെ കണ്ടോട് കൂടിയിട്ട് അല്ലെങ്കിലും ഇവൻ ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉന്നം വയ്ക്കുമ്പോഴും അതിനനുസരിച്ചുള്ളൊരു സാഹചര്യം കൂടി ഒത്തു കിട്ടിയപ്പോൾ അവരങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ആർമാദിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഈ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷം, സുഖം അവൻ കൊടുത്തു. കാരണം അതിന് ഭർത്താവ് വൈകുന്നേരം വരെ ഈ വാച്ച്മാനായിട്ട് ജോലി ചെയ്ത് വൈകുന്നേരം വന്ന് വേർപ്പിൽ വന്ന് കിടക്കും. അവനിപ്പോൾ പരിപാടി ചെയ്യാനും ബുദ്ധിമുട്ട്, പരിപാടി ചെയ്താൽ തന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, കാര്യങ്ങളില്ല. എന്താണ് ശാരീരിക ബന്ധം എന്നുള്ള ശരിക്കുള്ള സുഖം അവൻ അനുഭവിച്ചു കൊടുത്തപ്പോൾ അവനിൽ അങ്ങോട്ട് ആകഷ്ടിയായി ഉള്ളത്. ഇയാളെ നമുക്ക് ഭർത്താവ് കിട്ടുകയല്ലോ എന്നുള്ള ആഗ്രഹമായി. എന്നിട്ട് പിന്നെ ഇവനോടുള്ള സംസാരങ്ങളായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിച്ചതാണ്, എന്നെ വഞ്ചിച്ചതാണ്, ഒരു ചേരിയിലുള്ളവരാണ്, തീട്ടം കോരികളാണ്, എന്നെ ഇങ്ങനെയുള്ള കുഴിയിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചു എന്ന് പറഞ്ഞു.
അപ്പോൾ ഓൻ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യ്, എന്തിനാണ് അയാളെ നീ ചോക്കണത്? ജീവിതകാലം മുഴുവൻ നീ ആളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് ഒരു വീട് പണിയാനോ നിനക്കൊരു സൗകര്യം ഉണ്ടാകാനോ ഒരു കാറ് പഠിക്കാനോ ആൾക്ക് കഴിയില്ല. അയാൾ നിത്യജോലി ആൾക്ക് കഴിയുന്ന പറഞ്ഞാൽ അയാൾ മരിക്കുന്നവരങ്ങനെ തന്നെ. നിന്റെ തലമുറ മൊത്തം നിന്റെ മോൾക്ക് പോലും കല്യാണം കഴിച്ചു കൊടുക്കാൻ ഗതിയുണ്ടാവില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്റെ പരിപാടി ചെയ്തപ്പോൾ എനിക്ക് അതിനേക്കാളെ ഇഷ്ടപ്പെട്ടു. എന്നും എനിക്ക് എൻ്റെ കൂടെ വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ കല്യാണം കഴിക്കാം, നീ അയാളെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ വരാം, കുട്ടീനെ എടുക്കണ്ടാട്ടോ പറഞ്ഞു. അല്ലെ കുട്ടീനെ എനിക്ക് കൊണ്ടുവരാൻ എനിക്ക് വരാൻ പറ്റില്ല, കുട്ടി വേണം എനിക്കെന്ന് പറഞ്ഞു. എന്നാൽ കുട്ടീനെ എടുത്തോ, കുട്ടീനെ ഇപ്പം എൻ്റെ കുട്ടിയായിട്ട് ഞാൻ നോക്കിക്കോളാം, നമുക്ക് കുട്ടികളുണ്ടായാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടീനെ എടുത്തുകൊണ്ട് അയാളോടൊരു വാക്ക് പറയാണ്ട് ഒരു ദിവസം ഇവൻ്റെ കൂടെ പോകണം. അപ്പോൾ ഇവിടെ റെൻറ്റിനുള്ള ഫ്ലാറ്റാണെന്ന് അവൻ വേണ്ടാന്ന് വെച്ചു. ഇവന് സ്വന്തമായിട്ടൊരു വില്ലയുണ്ട്. അപ്പോൾ ആ വില്ലയിലേക്കാണ് ഇവളെ കൊണ്ടുപോയത്. അങ്ങനെ ആ വില്ലയിൽ കൊണ്ടുവന്നപ്പോൾ ആ വില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും അടിപൊളി ഗംഭീര ആഡംബരം എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ അങ്ങേ തല, നല്ല പൈസക്കാരനല്ലേ. അങ്ങനെ അവിടെ താമസം തുടങ്ങി. ഭർത്താവിനോട് ഒരു അക്ഷരം വേണ്ടിയില്ല, വീട്ടുകാരോട് അന്വേഷണം വേണ്ടിയില്ല. ഭർത്താവാച്ചനെ ഇവളെ അന്വേഷിച്ച് കാണാണ്ട് ലാസ്റ്റ് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് പറഞ്ഞ് അന്വേഷിച്ചാൽ കിട്ടുക ഇവളൊരു വില്ലയിലല്ലേ. അങ്ങനെ അവരവിടെ ഭാര്യയും ഭർത്താവായിട്ട് കുട്ടിയായിട്ട് സുഖമായിട്ട് ജീവിച്ചു. ഒരു ദിവസം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവളോട് പറഞ്ഞു എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർ വരുന്നുണ്ട്, അപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരു 5 മണി ആയപ്പോൾ ഒരു 4-5 പെണ്ണുങ്ങളും 5-6 ആണുങ്ങളായിട്ടുണ്ട് വന്നു. പിന്നെ അവിടെ പാട്ടും മേളം കുടിയും വലിയും തീറ്റയും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവളോട് പറഞ്ഞു നീ റൂം അടച്ച് കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ നേരം കുറയോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടി എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഉള്ളതാണ്, അത് ഞങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെയെന്ന് പറഞ്ഞു. അപ്പോൾ സമ്മതിച്ചു. ഇവിടെ അങ്ങനെ റൂമിൽ പോയി കിടന്നു. 12 മണി 1 മണിയായിട്ട് ഒരു ഉറക്കം കഴിഞ്ഞിട്ടും അവിടെ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ വാതിൽ വന്ന് പോയിട്ട് ഭർത്താവ് എവിടെയാണെന്നുള്ള വേറെ പല റൂമുകളുണ്ട് അവിടെ. ഒരു റൂമിൽ നോക്കിയപ്പോൾ ഭർത്താവും വേറൊരു പെണ്ണും നൂല് വസ്ത്രമില്ലാണ്ട് നല്ല അസലെ കളിയാണ് നടക്കുന്നത്. അതൊരു പെണ്ണല്ല, 2 പെണ്ണിനെ അപ്പുറത്തും കെടുത്തിയിട്ട് അവൻ കളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. അപ്പുറത്തെ റൂമിൽ വേറെ ആണുങ്ങൾ കിടന്ന് കളിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് വേറെ ആണുങ്ങൾ കളിക്കുന്നു. ഇവർ കുടിയും തീറ്റയും കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം പരിപാടിയിലേക്കാണ് കടന്നു പോകുന്നത്. ഇവളാകെ ഞെട്ടിപ്പോയി. വേറെ റൂമിൽ വന്ന് വാതിലടിച്ച് ഇവൾക്ക് പറ്റിയ അബദ്ധത്തിനെ കിട്ടി ആലോചിച്ച് ഒരുപാട് വിഷമിച്ച് ഒരുപാട് കരഞ്ഞു. നേരം എടുത്തപ്പോൾ ഇവനോട് ചോദിച്ചു നിങ്ങൾ എന്ത് ആഭാസപരമാണ് കാണിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവിടെ വന്നത്, നിങ്ങൾ കണ്ട പെണ്ണുങ്ങളെ കൂടെ കിടന്ന് ഇങ്ങനെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്തെങ്കിലും. അപ്പോൾ ഇവൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇതൊക്കെ സൊസൈറ്റിയാണ്, ഞങ്ങളൊക്കെ ഹൈ ക്ലാസ് സൊസൈറ്റിയാണ്, നീ തീട്ടപ്പരയിൽ കിടക്കണമെന്ന് എനിക്കിതൊന്നും അറിയില്ല, ഇതൊക്കെ സഹജമാണ്. നാളെ ചിലപ്പോൾ നിന്നെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ ചിലപ്പോൾ പരിപാടി ചെയ്യുന്ന വരും, ഞാൻ പല ആൾക്കാരുടെ അടുത്തും പോയി വരും, ഇതുപോലെ കൊണ്ടുവന്നു വരും. ഇതൊന്നും നമുക്ക് വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല, ഞങ്ങളിവിടെ നിത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നീ ഒരു വിഷയമാക്കണ്ട, നീ എൻ്റെ ഭാര്യയായിട്ട് അവിടെ നീ ജീവിച്ചോ, അതിനിപ്പോൾ ഞാൻ നിന്നോടൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പുറത്ത് പോകാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവൾക്ക് വേറെ ഗത്യന്തരമില്ല, വേറെ വഴിയില്ല, പോകാനായിട്ട് വേറെ വഴിയില്ല. ഇവൾ പല പ്രാവശ്യം ഭർത്താവിനെ കുറിച്ച് അപ്പോഴവൾ ആലോചിക്കുന്നത് ഞാൻ എന്ത് മണ്ടത്തര ചെയ്തത്, ഭർത്താവിൻ്റെ ഫോൺ നമ്പർ ഇവളുടെ ഫോണിലെ നമ്പർ നോക്കിയിട്ട് ഇനി ഭർത്താവിനെ വിളിക്കണോ എന്നൊക്കെ പല പ്രാവശ്യം ആലോചിച്ചു. പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്ത് പറയും, നമ്മൾ ചെയ്ത തെറ്റിന് അയാൾ മാപ്പ് തരുമോ എന്നുള്ളതൊക്കെ ആലോചിച്ച് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കാർത്തികനെ കാണാനില്ല. അങ്ങനെ കാർത്തികനെ ദിവസം വരുന്ന ആളാണ്, വന്നില്ല. 2 ദിവസം വന്നില്ല, 3 ദിവസം വന്നില്ല. മറ്റൊരു 4-ാമത്തെ ദിവസം കാർത്തികൻ്റെ ഒരു കൂട്ടുകാരനാണ് വാതിൽ വന്ന് മുട്ടെടുത്ത്. വാതിൽ പറഞ്ഞപ്പോൾ കാർത്തികൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവനും അന്നത്തെ രാത്രിയിലെ പാർട്ടിയിൽ അവനെയും കണ്ടുള്ളതാണ്. അപ്പോൾ പരിചയമുണ്ട്. അപ്പോൾ ചോദിച്ചു കാർത്തിക് എന്താ വരാത്തത്? കാർത്തികിൻ്റെ വീട്ടുകാർ നീയായിട്ടുള്ള ബന്ധം അറിയുകയും ചെയ്തു, അതുകൊണ്ട് കാർത്തികിനെ വേറെ കല്യാണം കഴിപ്പിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ടിരിക്കുക, അവനിനി പുറത്തേക്ക് വിടില്ല, അവൻ കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇത് കേട്ടോടി ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താ ഈ പറയണത്? നിങ്ങൾക്ക് തന്നെ നീ വിഷമിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഈ വില്ല ഇത് അവൻ്റെ വില്ലയൊന്നുമല്ല, ഇതെൻ്റെ വില്ലയാണ്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു നീ കയറി താമസിച്ചോ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ നിന്നെ ഉപേക്ഷിച്ച് പോയി, നീ മാത്രമേ ഉള്ളൂ, നിനക്ക് വേറെ ഗത്യന്തരമില്ലെങ്കിൽ ഒരു കാര്യം ഇത് അവൻ പറഞ്ഞോണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നീ എൻ്റെ വെപ്പാട്ടിയായിട്ട് ഇരിക്കാനാണ് പറഞ്ഞു പോണത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീ വീട്ടിൽ ഇറങ്ങൊന്നും വേണ്ട, നീ ഇവിടെ ഇരുന്നോ, നീ എൻ്റെ വെപ്പാട്ടിയാണ്, ഇന്നും മുതൽ ഞാനാണ് നിന്നെ പരിപാടി ചെയ്യുന്നത്, നിനക്ക് യാതൊരു കുറവും വരത്തില്ല, അതിനെല്ലാം അവൻ അപ്പോൾ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോളാൻ പറഞ്ഞു. ഫോൺ വിളിച്ചിട്ട് എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് പറഞ്ഞു. അവന് വേറെ നമ്പറുണ്ട്, ആ നമ്പറിൽ നിന്ന് വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ തന്നെ ആ നമ്പർ കണക്ട് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് തന്നെ മതിയായി, നീ എൻ്റെ കൂട്ടുകാരന് തന്നെ താല്പര്യമുണ്ട്, അവന് മതിയാവുന്നവരെ അവൻ നിന്നെ നോക്കിക്കോളും, എല്ലാം ചെലവ് കൊടുത്തോളും, അത് കഴിയുമ്പോഴേക്കും നീ അവന് മതിയായിങ്ങ് അല്ലെങ്കിൽ അവൻ കല്യാണം അവൻ്റെ കൂടെ നിന്ന് അവന് മതിയായിങ്ങ് അവൻ നിന്നെ പുറത്തിറക്കി വിടുമ്പോൾ ബാക്കി കാര്യം നമുക്ക് അപ്പം ആലോചിക്കാം കേട്ടോ.
നിനക്ക് എന്തായാലും പട്ടിണി കിടക്കേണ്ട വരില്ല എന്ന് പറഞ്ഞാൽ അവൻ ഫോൺ കട്ട് ചെയ്തു. നിന്റെ കല്യാണമാണെന്നും പറഞ്ഞു. അതോടുകൂടിയുള്ള സകല സംബന്ധയിലും തെറ്റിപ്പോയി. സൗന്ദര്യം പെണ്ണുങ്ങൾക്കൊരു ശാപ, അതൊരു വേറെ കാര്യം. അങ്ങനെ ഇവിടെ പറഞ്ഞു നടക്കില്ല, നിങ്ങൾക്ക് വഴങ്ങാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഞാനിവിടെ പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പോകാൻ പറ്റില്ല, നീ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് പോവാം, എനിക്ക് നിന്നെ ഇപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബലമായിട്ട് ഇവിടെ ബലാത്സംഗം ചെയ്യാനാണ് തുടങ്ങി. കെട്ടിപ്പിടിച്ചാകുമ്പോൾ ഇവളും സമ്മതിക്കില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവളുടെ കയ്യിലൊരു കത്തി കിട്ടി. ആ കത്തി നേരിട്ട് ഉള്ള പിന്നെ വയറ്റിൽ കുത്തി കയറ്റിയോടുകൂടി അവൻ വീണു, അവൻ മരിച്ചു. ഇത് കണ്ടിട്ടപ്പോൾ പിന്നെ അവൾക്ക് ആകെ പേടിയായി. പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരു രക്ഷയില്ലാണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? കൂട്ടുകാരൻ അവൻ മരിച്ചു, ഒരു അബദ്ധത്തിൽ ഒരു കുത്തി. നമ്മുടെ ശരീരം രക്ഷിക്കാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കൊലപാതകം തന്നെയല്ലേ. അങ്ങനെ ഗത്യന്തരമില്ലാണ്ട് നമ്മൾ കുറേ നേരം ഒന്ന് കരഞ്ഞിട്ട് ആ ശവത്തിൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം ഒന്ന് കരഞ്ഞ് ക്രാവും വന്നിരുന്ന് കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭർത്താവിന് പഴയ ഭർത്താവിന് വിളിക്കുക. വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും ഇങ്ങനെ അപകടത്തിൽ പെട്ടിരിക്കുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നിന്നെ അന്വേഷിച്ച് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇപ്പോൾ അവിടെ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റ് നേരം കൊണ്ട് അവർ ഈ സ്ഥലത്തെത്തി, വില്ലയിലെത്തി. അയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കലും വിഷമിക്കരുത്, ഈ കൊലപാതകം ചെയ്തത് ഞാനാന്ന് പറയാം. ഒരു അമ്മയില്ലാണ്ട് ഒരു മകൾക്ക് ജീവിക്കാൻ പറ്റില്ല, അമ്മയാണ് മകളുടെ അടുത്ത് വേണ്ടത്. നീ ഈ മോളെയും കൊണ്ട് നീ എൻ്റെ വീട്ടിൽ പോ, എൻ്റെ വീട്ടുകാർ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളൂ ഈ കുട്ടീന്. ഈ കൊലപാതകത്തിൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ജയിലിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ കത്തി ഏറ്റെടുത്തിട്ട് ഇയാൾ എന്നെ നേരിട്ട് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുക ചെയ്യുന്നത്. ഞാൻ ഒരാളെ കൊന്നു, എൻ്റെ ഭാര്യനെ പിടിക്കാൻ ചെന്നൊരാളെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ അവിടെ സറണ്ടർ ആവണം. ഇത് കേട്ടോ, ഇതും കൂടി കണ്ടോടുകൂടി ഇവൾക്ക് ആകെ മാനസികാവസ്ഥ ആകെ തെറ്റി. നമ്മൾ ചെയ്തൊരു തെറ്റ് അദ്ദേഹം ഏറ്റെടുത്തു. ഇത്രയും നല്ലൊരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വേറൊരു അണ്ടി നോക്കി പോയത്. അതിന് കിട്ടിയ ദൈവം കിട്ടിയ തിരിച്ചടിയാണത്. ഇദ്ദേഹം ഇത്രയും നല്ല മനുഷ്യനാണെന്നുള്ള അപ്പോഴേ ചിന്തിക്കുന്നത്. ഭർത്താവ് എത്ര പൊന്നാണെന്നും എത്ര സ്വർഗ്ഗമായിരുന്നു ആ ജീവിതം എന്നുള്ളത്. അത് തട്ടിത്തെറിപ്പിച്ച് ഇതുപോലെയുള്ള ഓരോ വഴിക്ക് പോയതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി. ഇയാൾക്ക് 5 കൊല്ലം ശിക്ഷ കിട്ടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ലാത്തൊരു കൊലപാതകമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് 5 കൊല്ലം ശിക്ഷ കിട്ടി. 5 കൊല്ലം ശിക്ഷ കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അപ്പോൾ കുട്ടി ഇവള് കൊടുത്ത വഴിക്ക് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പഴയ ജോലിയില്ലേ, ആ ജോലി ചെയ്താൽ മതി, എനിക്കത് ഇഷ്ടമാണ്. നിങ്ങൾ വീണ്ടും ആ കോർപ്പറേഷനിൽ പോയിട്ട് നിങ്ങൾ തീട്ടം കോരിക്കുക, കാന കോരിക്കുക, അതിലെനിക്ക് അന്തസ്സാണ്. അതുപോലെ തന്നെ നമുക്കിനി എത്ര കാശുണ്ടെങ്കിലും നമുക്ക് ഈ വീട് മതി. ജീവിതം ഞാൻ പഠിച്ചു, നിങ്ങളെ ഞാൻ പഠിച്ചു. നിങ്ങളാണ് ഏറ്റവും എനിക്ക് യോജിച്ച ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അത് ഞാനിപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും സന്തോഷമായിട്ട് ഒരു കുട്ടി കൂടി ആയി കഴിഞ്ഞ ശേഷം അവർ ജീവിക്കുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാണ്ടാണ് എല്ലാവരും വീഡിയോ കാണുന്നത്. ലൈക്ക് അടിച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.